മലപ്പുറം പൂക്കോട്ടൂർ വെള്ളൂർ എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ വേൾഡ് റീസൈക്കിൾസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് ഏകദേശം 1.5 മണിക്കൂർ മുൻപ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ തെങ്ങിന്റെ മുകൾ ഭാഗത്തുനിന്ന് ചാഞ്ഞു കിടന്നിരുന്ന ഒരു മടല് തൊട്ടപ്പുറത്ത് കൂടി പോകുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇലക്ട്രിക് കമ്പുകളിലേക്ക് വീഴുന്നു. തീ ഉരസുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു. തൊട്ടു താഴെ വിവിധ തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുണ്ട്. ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ബിൻ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ സ്റ്റോക്ക് ചെയ്ത് മറ്റ് ചിലയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് വെച്ചാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. തീ പടരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അതോടൊപ്പം തന്നെ ഗ്ലാസ് പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ പൊട്ടി അതിന്റെ ശബ്ദങ്ങളൊക്കെ തന്നെ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറെക്കുറെ തീ അണച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. JCB ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ കത്തിക്കരിഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ദൃക്സാക്ഷിയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അസ്കർ. എന്തുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞു? ഈ തെങ്ങും വന്ന് ഓലമടല് പിന്നെ ഒരു ഉണങ്ങിയ ഓടമലാണ്. അത് താഴെ വീണ് ആ ലൈനിൽ കടന്നിട്ട് ഷോർട്ടായി. അത് ഷോർട്ടായിട്ടാണ് അതിന് തീ പടർന്നിട്ടാണ് താഴെ വീണത്. ആ താഴെ വീണത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഫുള്ള് താഴത്തുള്ളത്. അതിൽ വീണിട്ട് തീ പടർന്ന് ഇന്ന് തന്നെ പാറിപ്പോയിട്ട് അപ്പുറം തോട്ടത്തേക്ക് പോയി. അവിടെ കുറച്ച് ഇതായി. പിന്നെ ഫുള്ള് അപ്പുറത്തേക്കും പാറിപ്പോയി. അങ്ങനെയാണ് ഇവിടെ തീ പടർന്നിട്ടുള്ളത്. നാട്ടുകാർ കാര്യമായിട്ട് നോക്കി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അണച്ചു. പിന്നെ ഫയർഫോഴ്സ് വരുന്ന ടൈമിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് ശ്രമിക്കാൻ കഴിയണമൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എത്ര മണിക്കൂർ എടുത്തുണ്ടാവും? 1.5-2 മണിക്കൂറിന്റെ അടുത്തായി നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലേ? ഏറ്റവും ഭാഗ്യമുള്ള കാര്യം ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആളപായം പുറത്തേന് ഒന്നുമില്ല. ഇവിടെ അടുത്ത് കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീട്ടിലുള്ള ആളുകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അതാണ് ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തി കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. അത്തരത്തിൽ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ സാർ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായല്ലോ? കുറച്ചും കൂടി ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അത് അവിടെ ആ സൈഡിലൊക്കെ എത്തുന്നുണ്ട്. ഒരു യൂണിറ്റ് കൂടി വന്നിട്ടുണ്ട്. അതെ, പ്ലാസ്റ്റിക് ആണ് മെയിനായിട്ട്. അതിന്റെ പുക ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് വെള്ളം തന്നെയാണ്. JCB വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ വെള്ളം അടിച്ചിട്ട് മാക്സിമം എടുത്തപ്പോൾ അതാണ് മലപ്പുറത്തു നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിയത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ ഏറെ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിത്. തൊട്ടടുത്തൊരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഭവം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ KCB ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. അവർ ഓടിയെത്തി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ നിന്നും വഴിമാറിയതെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം വലിയ തീപിടുത്തമുണ്ടാകുമായിരുന്നു. തൊട്ടപ്പുറത്തൊക്കെ തന്നെ ജനവാസ മേഖലയാണ്, നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് തന്നെ തീ പടരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ സമയോചിതമായി ഇടപെട്ടു. ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ ശ്രമം ഈ മേഖലയിൽ തുടരുകയാണ്. എന്തായാലും നല്ല നാശനഷ്ടം ഉണ്ടല്ലേ? കുറെ കണ്ടമാനം സാധനം പോയിക്കണേ. ആ കാണുന്ന തെങ്ങുമെന്ന് പട്ട അയിമൊക്കെ ഊണുകാണ്ടാണ് ഇത് തീ കത്തണേ. അപ്പൊ ഇവിടെ ജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാരും കുറെ കത്തണതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഫുള്ള് ഇവിടെയുള്ള സാധനം. കണ്ടമാനം പൈസന്റെ വേസ്റ്റ് ആണെങ്കിലും നല്ല പൈസ കണ്ടമാനം പോയിക്കണേ. ആ തെങ്ങുമെന്ന് പട്ട ലൈനുമൊക്കെ പട്ട വീണിട്ട് കത്തി. ആ പ്ലാസ്റ്റിക് കത്തിയിട്ട് കാറ്റിന് തീ പടർന്നിട്ട് അപ്പുറത്തേക്കും പോയി. അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ മാറ്റി പറപ്പിച്ചിക്കാണ്. അതാണ് നാട്ടുകാരുടെ ഇടപെടൽ. ആദ്യഘട്ടത്തിൽ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചതുകൊണ്ടാണ് വലിയ അപകടം മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പുറത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ പ്രവർത്തനം പ്രത്യേകം എടുത്ത് പറയണം. സാർ, മലപ്പുറത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ്? മലപ്പുറത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 2:15 ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്. ഇവിടെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുണ്ടായിരുന്നു. അപ്പം അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരം തന്നിരുന്നു ഇങ്ങനെയാണ് സംഭവം ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള അവരോട് തന്നെ പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ മാറ്റി അതിനുശേഷം ഞങ്ങൾ ആവശ്യമായ അതായത് വാഹനങ്ങൾ മറ്റേ ബൗസറൊക്കെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ JCB ഒക്കെ വരുത്തിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ പടർന്ന് കത്തുന്നത് നമ്മൾ ആദ്യം തടഞ്ഞിട്ടുണ്ട്. ഇനി കത്തി എന്ന സാധനം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് JCB നീക്കിച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും നമ്മൾ എടുത്തതിന് ശേഷം ചോദിച്ചാൽ എന്തായാലും ഒരു മണിക്കൂറിലധികം സമയം ഇത് നീക്കിയിട്ട് ചെയ്യാനുണ്ടാവും. എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഫയർഫോഴ്സിന്റെ ചീഫ് കൂടിയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൂടെ വേണ്ടി വരുമെന്നുള്ളതാണ്. എന്തായാലും ആളുകളൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്ത് നീണ്ടുന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ ചെറുതായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ്
ഫയർഫോഴ്സ് യൂണിറ്റ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത ചൂടാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തീ പടരാനുള്ള സാധ്യത അല്ലേ? അല്ല സാറേ, അത്തരത്തിലുള്ള സാധ്യതയുണ്ടല്ലേ? അപ്പോൾ ഒരു ജാഗ്രത എന്ന രീതിയിൽ എന്താണ് പറയുന്നത്? ആൾക്കാർ ചെയ്തപ്പോൾ ഇത് തന്നെ ആൾക്കാർ പറഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ ഇത് തെങ്ങിൻ്റെ കാറ്റ് തട്ടിയിട്ടാണ് തീ ഉണ്ടായെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രദേശം ഉണ്ടാകുന്ന നമ്മളെ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാന്നുള്ളത്, ഉണങ്ങി കാര്യ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഫയർ ബെൽറ്റുകൾ സ്ഥാപിക്കുക. ഇത്ര സ്ഥാപനത്തിന് ചുറ്റും ഫയർ ബെൽറ്റുകൾ സ്ഥാപിക്കുക. ഇത്തരം പ്രദേശം ചെയ്യാനുള്ള ഏറ്റവും ചെയ്യാനുള്ള ഒരു കാര്യം അതാണ്, ഇത് ഒഴിവാക്കാനുള്ള. ഒരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ഫയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ തുടരുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മറ്റാളപായമൊന്നും തന്നെ ഇല്ലാത്തത് അത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി നടത്തിയ, ബാക്കിയുള്ള സിവിൽ ഡിഫൻസിന്റെ വളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ സംയുക്തമായി നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം, തീ കെടുത്താനുള്ള ശ്രമം അത് വിജയകരമായി തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.